വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്റ് കൺട്രോൾ ഈ ഒരു ടോപ്പിക്കിനോടനുബന്ധിച്ച് തിയറിറ്റിക്കൽ പോർഷൻ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ബഡ്ജറ്റും അതിനോടനുബന്ധിച്ച് വരുന്ന ചില തിയറിറ്റിക്കൽ കണ്ടൻറ്റും. സോ ബഡ്ജറ്റ് ആൻഡ് കൺട്രോൾ. ബഡ്ജറ്റ് എന്താണ്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എ ബഡ്ജറ്റ് ഈസ് എ റിട്ടൺ പ്ലാൻ കവറിംഗ് പ്രൊജക്റ്റഡ് ആക്ടിവിറ്റി ഓഫ് എ ബിസിനസ് ഫോർ എ ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് ആക്ടിവിറ്റീസ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ പ്ലാനാണ്, നമ്മൾ എഴുതി തയ്യാറാക്കി വെച്ചൊരു പ്ലാനാണ്. എന്ത്? നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി, ബിസിനസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ്, അതും ഒരു പ്രത്യേക പീരീഡിലേക്ക് അങ്ങനെ വ്യക്തമായി പറഞ്ഞിരിക്കണം. സോ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ റിട്ടേൺ പ്ലാൻ. അതിനകത്ത് എന്ത് ചെയ്യുന്നു? കവറിങ് പ്രൊജക്റ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ്സാണ്. എപ്പോഴത്തേക്കാണ്? ഫോർ എ ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം. ഓക്കെ. ഇനി വേറെ സെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ബിസിനസ് പ്ലാൻ. നമ്മളുടെ ബിസിനസ്സിൻ്റെ പ്ലാന് ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഓർ ഫിനാൻഷ്യലായിട്ട് എക്സ്പ്രസ് ചെയ്യലാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എപ്പോഴത്തേക്ക് വേണ്ടിയാണ്? ടു ബി പെർസ്വേഡ് ഇൻ ദ ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം. ഫ്യൂച്ചർ പീരീഡിലേക്ക് വേണ്ടി ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. സോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തെ പ്രത്യേക പീരീഡിലായിരിക്കണം, അതിനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കണം. ഇതാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ദെൻ ബഡ്ജറ്റിംഗ് എന്താണ്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്ന പ്രവർത്തനത്തിന് വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റ് നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ആ പ്രവർത്തനത്തിനെ ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കാം. സോ ബഡ്ജറ്റിംഗ് ഈസ് എ മാനേജ്മെൻറ്റ് ആക്ഷൻ ഓഫ് ഫോർമുലേറ്റിംഗ്, രൂപീകരിക്കുക, ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ദ ബഡ്ജറ്റ്. ഫോർമുലേറ്റിംഗ് ആൻഡ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ദ ബഡ്ജറ്റ്, അതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ബഡ്ജറ്റിംഗ്. സോ ഇറ്റ് ഇൻക്ലൂഡ് ദ എൻറ്റയർ പ്രോസസ് ഓഫ് മേക്കിംഗ് ദ ബഡ്ജറ്റ് പ്ലാൻസ്. അപ്പോൾ ബഡ്ജറ്റ് പ്ലാനിലെ മുഴുവൻ മേക്കിങ്ങിൽ വരുന്ന മുഴുവൻ പ്രോസസ്സും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അടുത്തത് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ പർപ്പസോട് കൂടി നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നു, ദെൻ ആക്ച്വൽ എടുക്കുന്നു, ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ അല്ലെങ്കിൽ ബഡ്ജറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നു, വേരിയേഷൻ ഉണ്ടെങ്കിൽ റെമഡിയൽ ആക്ഷൻ എടുക്കുന്നു. അങ്ങനെ ഒരു ടോട്ടൽ പ്രോസസ്സിനാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ആ ഒരു പെർസ്പെക്റ്റീവിൽ അത് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് വേരിയസ് ബഡ്ജറ്റഡ് ഫിഗേഴ്സ് ആൻഡ് കമ്പയറിംഗ് ദം വിത്ത് ദി ആക്ച്വൽ പെർഫോമൻസ് ഫോർ കാൽക്കുലേറ്റിംഗ് വേരിയൻസ് ഇഫ് എനി. നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നു, ആക്ച്വൽ പെർഫോമൻസ് എടുക്കുന്നു, തമ്മിൽ കമ്പയർ ചെയ്യുന്നു, വേരിയൻസ് ഉണ്ടെങ്കിൽ റെമഡിയൽ ആക്ഷൻ എടുക്കുന്നു. ദാറ്റ് ഈസ് ബഡ്ജറ്ററി കൺട്രോൾ. കമ്പാരിസൺ ഓഫ് ബഡ്ജറ്റഡ് and the actual figures will enable the management to find out discrepancies and take remedial measures at the proper time. അങ്ങനെ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ആ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസസ് ഓർ വേരിയേഷൻ അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് റെമഡിയൽ പരിഹാര ക്രമങ്ങൾ പെട്ടെന്ന് എടുക്കാനും കഴിയും. അതുകൊണ്ടാണ് അതാണ് ബഡ്ജറ്റ് കൺട്രോളിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാത്തിനും മീനിങ് മാത്രം ജസ്റ്റ് പറയുന്നുള്ളൂ. സ്റ്റെപ്സ് എന്തൊക്കെയാണ്? സാധാരണ എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് തിയറിറ്റിക്കൽ പോർഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തിയറി കുറച്ചുകൂടെ അറിഞ്ഞിരിക്കണം. ആ ഒരു പെർസ്പെക്റ്റീവ് ഒരു എസ്എ ക്വസ്റ്റ്യനായിട്ട് ഒരു ബഡ്ജറ്റിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന സ്റ്റെപ്സ് ഇതൊക്കെയാണ്. ഒന്ന്, അപ്പോയിൻമെൻറ്റ് ഓഫ് എ ബഡ്ജറ്റ് കൺട്രോളർ. ആദ്യം ഒരു ഹെഡിനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തലയിൽ ഒരാളിനെ കൊണ്ട് പിടിച്ചിരുത്തി, ആരാ? ബഡ്ജറ്റ് കൺട്രോളർ ഓർ ബഡ്ജറ്റ് ഓഫീസർ. ആദ്യമേ ഒരു ചേട്ടനെ പിടിച്ച് ആദ്യമേ തന്നെ അങ്ങനെ ഇരുത്തി, ബഡ്ജറ്റ് കൺട്രോൾ ആൻഡ് ബഡ്ജറ്റ് ഓഫീസർ എന്ന് പറഞ്ഞ ഒരാളിനെ പിടിച്ചിരുത്തി. എന്നിട്ട് അയാൾക്കൊരു കമ്മിറ്റി സെറ്റ് ചെയ്ത് കൊടുത്തു, ഫോർമുലേഷൻ ഓഫ് ബഡ്ജറ്റ് കമ്മിറ്റി. ഒരാളിനെ ബഡ്ജറ്റ് കൺട്രോളറായിട്ട് ഒരു ബഡ്ജറ്റ് ഓഫീസറായിട്ട് ഇരുത്തി അയാൾക്കൊരു ബഡ്ജറ്റ് കമ്മിറ്റി സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? നിങ്ങളുടെ ഈ ടൈമിലാണ് ചെയ്യേണ്ടതെന്ന് കൺട്രോളറോടും കമ്മിറ്റിയോടും പറഞ്ഞ് ഏൽപ്പിച്ചു. ബഡ്ജറ്റ് പീരീഡ് സെറ്റ് ചെയ്തു. അതിനുശേഷം അവർ എവിടത്തൊക്കെ വേണ്ടിയുള്ളതാണ് ബഡ്ജറ്റ് സെറ്റ് ചെയ്യേണ്ടത്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോ റെസ്പോൺസിബിലിറ്റി ഓർ കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു ഹെഡ് വന്നു, അയാൾക്കൊരു കമ്മിറ്റി ഉണ്ടാക്കി കൊടുത്തു, എത്ര പീരീഡിലേക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾ എവിടത്തേക്കുള്ള ഏരിയകളുടെ ബഡ്ജറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയിപ്പിച്ച ആൾ. അത് ഐഡൻറ്റിഫൈ ചെയ്തു അയാൾ. അതിനുശേഷം കീ ഫാക്ടർ സാധാരണ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കീ ഫാക്ടർ. കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റെല്ലാം നമ്മൾ ഞാനിപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു ബഡ്ജറ്റ് ഉണ്ട് എൻ്റെ വീട്ടിൽ. അടുത്ത മാസം ഒരു ബെൻസ് കാർ വാങ്ങണം, അതിനാവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കണം, അതിടാൻ പറ്റിയ വലിയൊരു ഹെവി കാർ പോർച്ച് ഉണ്ടാവണം. ഇതൊക്കെ ബഡ്ജറ്റ് ഇട്ട് വല്ല കാര്യമുണ്ട്? എൻ്റെ അത് വാങ്ങാനുള്ള പൈസ ഇല്ലെങ്കിൽ ഞാൻ ഈ ബഡ്ജറ്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ കീ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നമ്മുടെ ബഡ്ജറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കി എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പോൾ ചില സ്ഥാപനങ്ങളിൽ എംപ്ലോയീസ് കുറവായിരിക്കും,
അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആ പർട്ടിക്കുലർ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയി ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അവരെ വെച്ചിട്ടേ നമ്മൾ ബഡ്ജറ്റ് ഇടാൻ പറ്റത്തുള്ളൂ. അവർക്കാൾ കൂടുതൽ ആൾക്കാർ ചെയ്യേണ്ട എസ്റ്റിമേറ്റ് ഒക്കെ ഇട്ട് ബഡ്ജറ്റ് ഇട്ടൊരു കാര്യമില്ല. അല്ലെങ്കിൽ ക്യാപിറ്റലാണ് നമ്മുടെ കീ ഫാക്ടർ എങ്കിൽ ക്യാപിറ്റൽ നമുക്ക് കുറവാണ്. അപ്പോൾ പിന്നെ ക്യാപിറ്റലിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിലേ ബഡ്ജറ്റ് ഇടാൻ പറ്റും. അപ്പോൾ എന്താണോ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കുറവുള്ളത്, അങ്ങനെ എന്താണ് നമ്മുടെ ബഡ്ജറ്റിനെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ടാവും, അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്കിലേ നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കീ ഫാക്ടർ. നമ്മൾ കോസ്റ്റ് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഏത് സാധനമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പരിഗണിക്കേണ്ട ആളെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നാണ് ഒരു ബഡ്ജറ്റ് മാനുവൽ അങ്ങോട്ട് തയ്യാറാക്കി. ഇതൊക്കെയാണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു നമ്മുടെ പ്ലാൻ തയ്യാറാക്കേണ്ടത്, അത് ആരൊക്കെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞൊരു ബഡ്ജറ്റ് മാനുവൽ അങ്ങോട്ട് തയ്യാറാക്കി. അതിനുശേഷം ഒരു ഓർഗനൈസേഷൻ ചാർട്ട് തയ്യാറാക്കുന്നു. ആരൊക്കെയാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ആരൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരൊക്കെ എവിടെയെല്ലാം ഉള്ളതെന്നൊക്കെ ക്ലിയർ ചെയ്യുന്നൊരു ഓർഗനൈസേഷൻ ചാർട്ട്. ഇത്രയാണ് അപ്പോൾ ആക്ച്വലി സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. അതായത് അപ്പോയിൻമെൻറ്റ് ഓഫ് എ ബഡ്ജറ്റ് കൺട്രോളർ ഒരു ബഡ്ജറ്റ് ഓഫീസർ ഉണ്ട്. ഒരു ഹെഡിനെ കൊണ്ടുവന്ന് നിർത്തി അയാൾക്കൊരു കമ്മിറ്റി ഏൽപ്പിച്ചു. എന്നിട്ട് അയാളോട് ഒരു പീരീഡ് പറഞ്ഞ് ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഏതൊക്കെ സ്ഥലത്തുള്ളതാണ് നിങ്ങൾ ബഡ്ജറ്റ് കണ്ടുപിടിക്കേണ്ടതെന്ന് അവരെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു കണ്ടുപിടിക്കുന്നത് കൊള്ളാം, ഇവിടെ എല്ലാം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഫാക്ടർ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. അയാളെ കണ്ടുപിടിച്ചെങ്കിലേ അയാളെ വെച്ചിട്ടേ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നിങ്ങളൊരു മാനുവൽ തയ്യാറാക്ക്. ആരൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ബഡ്ജറ്റിനകത്ത് വരുന്ന കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു മാനുവൽ തയ്യാറാക്കാൻ പറഞ്ഞു. ഇനി ആർക്കൊക്കെ ഏതൊക്കെ പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ഓർഗനൈസേഷൻ ചാർട്ടും തയ്യാറാക്കി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കൺട്രോളർക്ക് സൂപ്പറായിട്ട് ബഡ്ജറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്റ്റെപ്സാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് താഴോട്ട് കിടക്കുന്നതെങ്കിലും ഇത് മാത്രമായിട്ട് ഇപ്പം എന്താണ് ബഡ്ജറ്റ് കൺട്രോളർ, അല്ലെങ്കിൽ ആരാണ് ബഡ്ജറ്റ് കൺട്രോളർ, ആരാണ് ബഡ്ജറ്റ് ഓഫീസർ, എന്താണ് ബഡ്ജറ്റ് കമ്മിറ്റി, ഒരു ബഡ്ജറ്റ് സെൻറ്റർ എന്താണ് കീ ഫാക്ടർ, ബഡ്ജറ്റ് മാനുവൽ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ട് രീതിയിൽ രണ്ടും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അടുത്ത സ്ലൈഡിൽ തന്നിരിക്കുന്നത്. ഓരോന്നായിട്ട് എന്താണ് ബഡ്ജറ്റ് കൺട്രോളർ, ബഡ്ജറ്റ് ഓഫീസർ, ആരാണ് ബഡ്ജറ്റ് കൺട്രോളർ, ബഡ്ജറ്റ് ഡയറക്ടർ ഓർ ബഡ്ജറ്റ് ഓഫീസർ. മൂന്ന് രീതിയിലും പറയാം. ബഡ്ജറ്റ് കൺട്രോളർ, ബഡ്ജറ്റ് ഡയറക്ടർ, ബഡ്ജറ്റ് ഓഫീസർ. എന്നാൽ ആരാണ് അയാൾ? ഹീസ് എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. CEO നിയമിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തിനു വേണ്ടി? ഫോർ ദ പർപ്പസ് ഓഫ് അസിസ്റ്റിംഗ് ദ CEO, ആ ചീഫ് എക്സിക്യൂട്ടീവിനെ സഹായിക്കാൻ വേണ്ടി. ഓർ ദ പ്രസിഡന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ, അയാളെ എന്ത് സഹായം അയാൾ ചെയ്യേണ്ടത്? പ്രിപ്പറേഷൻ ആൻഡ് ഇഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബഡ്ജറ്റ്. അപ്പോൾ ബഡ്ജറ്റ് കൺട്രോളർ നിയമിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ബഡ്ജറ്റ് ഇഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാനും അത് ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി. അത് ആരെ സഹായിക്കാൻ വേണ്ടി? പ്രസിഡൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതിനായിട്ടുള്ള ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ സഹായിക്കുക എന്നുള്ളതാണ് ബഡ്ജറ്റ് കൺട്രോളർ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഡയറക്ടർ ഓർ ബഡ്ജറ്റ് ഓഫീസറുടെ റോൾ എന്ന് പറയുന്നത്. സോ ഹീസ് എ പേഴ്സൺ. ആരെയാൾ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്? CEO. എന്തിനു വേണ്ടിയാണ് അപ്പോയിൻറ്റ് ചെയ്തത്? അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി. ആരെ? CEO ഓർ പ്രസിഡന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടി? ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും അത് ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും. ബഡ്ജറ്റ് കൺട്രോളർ ഷുഡ് ഹാവ് ദ നോളജ് ഓഫ് ദ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദ ബഡ്ജറ്റ് ആൻഡ് ഷുഡ് റിപ്പോർട്ട് ഡയറക്ട്ലി ടു ദ പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദി ഓർഗനൈസേഷൻ. അയാൾക്ക് എന്തിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം? ബഡ്ജറ്റിനെ പറ്റി അറിഞ്ഞിരിക്കണം. ബഡ്ജറ്റ് കൺട്രോളറായിട്ട് നിയമിച്ചാൽ അയാൾ എന്തിനെപ്പറ്റി അറിയണം? ബഡ്ജറ്റിനെ പറ്റി അറിഞ്ഞിരിക്കണം. അത്രയേ ഉള്ളൂ കാര്യം. ദെൻ അടുത്ത ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ബഡ്ജറ്റ് കമ്മിറ്റി. എന്താണ് ബഡ്ജറ്റ് കമ്മിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബഡ്ജറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെർമനൻറ്റ് കമ്മിറ്റി. ബഡ്ജറ്റ് കമ്മിറ്റിയെ പുറത്തോണം. ഇറ്റ്സ് എ പെർമനൻറ്റ് കമ്മിറ്റി. ആരൊക്കെ വരുന്നു? കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്. പ്രൊഡക്ഷൻ, പർച്ചേസ്, പേഴ്സണൽ, മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ എല്ലാ ഹെഡ്സ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ബഡ്ജറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെർമനൻറ്റ് കമ്മിറ്റി ആൻഡ് ഇറ്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ഹെഡ് ഓഫ് ഓൾ ദ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് സച്ച് ആസ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ, ഫിനാൻസ്, ഹ്യൂമൻ, അങ്ങനെ എല്ലാവരും ഇവിടെ ആസ് മെമ്പേഴ്സ്. അപ്പോൾ ഇവരൊക്കെ അതിൻ്റെ മെമ്പേഴ്സായിട്ടാണ് ഈ പറയുന്ന ഹെഡുകളെല്ലാം വരുന്നത്. ആൻഡ് യൂഷ്വലി CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ ദ പ്രസിഡന്റ് ഓർ ദ മാനേജിംഗ് ഡയറക്ടർ ആസ് ഇറ്റ്സ് ചെയർമാൻ. ബഡ്ജറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? CEO ഓർ പ്രസിഡന്റ് ഓർ മാനേജിംഗ് ഡയറക്ടർ. ഓർക്കുക, ഇയാളെ സഹായിക്കാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ ആരെ നിയമിക്കുന്നത്? ഒരു ബഡ്ജറ്റ് ഓഫീസറിനെ നിയമിക്കുന്നത്. ദ ബഡ്ജറ്റ് കമ്മിറ്റി ഹാസ് ടു അസിസ്റ്റ് ദ ബഡ്ജറ്റ് കൺട്രോളർ ഇൻ ഓൾ ദി സ്റ്റേജസ് ഓഫ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റ് കൺട്രോളറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ബഡ്ജറ്റ് കമ്മിറ്റി ബഡ്ജറ്റിങ്ങിൻ്റെ എല്ലാ സ്റ്റേജിലുള്ള പ്രിപ്പറേഷനിലും. അടുത്തതാണ് ബഡ്ജറ്റ് സെൻറ്റർ എന്താണെന്നുള്ളത്. എവിടത്തേക്ക് വേണ്ടിയാണോ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആ സ്ഥലത്തെയാണ് ബഡ്ജറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ആർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ സെൻറ്റേഴ്സ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെഷീനുമായിട്ട് കണക്ട് ചെയ്താൽ എങ്കിൽ അതാണ് സെൻറ്റർ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫാക്ടറിയുടെ ഒരു പർട്ടിക്കുലർ ഏരിയ ആയിട്ട് കണക്ട് ചെയ്താണെങ്കിൽ അതാണ് സെൻറ്റർ. ഏതെങ്കിലും ഒരു പ്ലാന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ബഡ്ജറ്റ് തന്നെ അതാണ് സെൻറ്റർ. മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ട് മെറ്റീരിയലാണ് സെൻറ്റർ. അപ്പോൾ
അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ്, പ്രൊഡക്ഷൻ, ഇപ്പോൾ എന്തും ആകാം. നമ്മൾ എതിനെ ബേസ് ചെയ്തിട്ടാണോ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്, അതാണ് ബഡ്ജറ്റ് സെൻറ്റർ. സോ ബഡ്ജറ്റ് സെൻറ്റർ ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. അതെന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന? ബഡ്ജറ്റിങ്ങിന് വേണ്ടി, ബഡ്ജറ്റ് തയ്യാറാക്കാൻ വേണ്ടിയും ആ ബഡ്ജറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. സോ ബഡ്ജറ്റ് സെൻറ്റേഴ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ബഡ്ജറ്റ് സെൻറ്ററുകൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് all budgets are related to the cost center. Okay, then next portion, then separate budget may be prepared for each budget center and the person in charge of the budget center may be made responsible for carrying out the budget. ഓരോ ബഡ്ജറ്റ് സെൻറ്ററിനും ഓരോ വ്യക്തികൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവിടെ ഉണ്ടാവണം. അവരാണ് അതുമായിട്ട് കണക്ട് ചെയ്ത ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരവരുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ട് ബഡ്ജറ്റ് കോമൺ ആയിട്ട് നോക്കുന്ന ആളിൽ ഇതെല്ലാം കൂടെ സോർട്ട് ചെയ്ത് ഒരു കോമൺ ബഡ്ജറ്റ് തയ്യാറാക്കിയാൽ മതിയാവും. അപ്പോൾ ഓരോ ബഡ്ജറ്റ് സെൻറ്ററിനും ഒരു സെപ്പറേറ്റ് ചാർജ് ഉണ്ടാവും അത് പ്രിപ്പയർ ചെയ്യുന്ന ആൾ. ദെൻ ബഡ്ജറ്റ് കീ ഫാക്ടർ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. എ കീ ഫാക്ടർ ഓർ ഗവേണിംഗ് ഫാക്ടർ എന്നതിനെ പറയാറുണ്ട്, ലിമിറ്റിംഗ് ഫാക്ടർ എന്നും പറയാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലിമിറ്റിംഗ് ഫാക്ടർ, അതായത് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ക്യാഷ് കുറച്ചേ ഉള്ളൂ, എനിക്കൊരു ഡിസയർ കാർ വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അതായത് 10 ലക്ഷം രൂപ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന ബഡ്ജറ്റ് എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ എന്നെ ലിമിറ്റ് ചെയ്യിക്കുന്നത് എൻ്റെ ക്യാഷാണ്. അപ്പോൾ കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കീ ഫാക്ടർ അല്ലെങ്കിൽ ഗവേണിംഗ് ഫാക്ടർ ഓർ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ദ ഫാക്ടർ വിച്ച് അഫക്ട്സ് ഓർ ലിമിറ്റ് ദ എൻറ്റയർ ആക്ടിവിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലെ മുഴുവൻ ആക്ടിവിറ്റിയും കൺട്രോൾ ചെയ്യുന്നത് ഈ കീ ഫാക്ടർ ആയിരിക്കും. അതല്ലെങ്കിൽ ഇറ്റ്സ് എ ഫാക്ടർ ഹൂസ് ഇൻഫ്ലുവൻസസ് അഫക്ട് ഓൾ അതർ ബഡ്ജറ്റ്സ്. ഈ കീ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാഷ് എൻ്റെ കയ്യിൽ 10 ലക്ഷം ഉള്ളൂ. അപ്പോൾ ആ 10 ലക്ഷം വെച്ചിട്ട് വേണം എനിക്ക് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫംഗ്ഷനുകൾ എനിക്ക് ബഡ്ജറ്റ് ഇടാൻ, എല്ലാവരുടെയും ബഡ്ജറ്റ് ഇടാൻ. അപ്പോൾ അതുകൊണ്ട് കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. അയാൾ ചിലപ്പം കുറച്ചേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളെങ്കിൽ അയാളെ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അയാൾ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ബഡ്ജറ്റിനും സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു പൊസിഷനാകാം, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലാകാം, എന്തും ആകാം. Therefore, budget estimate of key factor is prepared before other budgets are framed. So, budget estimate of key factorൻ്റെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് വേണം, അതുകൊണ്ടാണ് പറയാം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കീ ഫാക്ടർ എന്ന് പ്രത്യേകം എടുത്ത് പറയാം. അപ്പോൾ ബഡ്ജറ്റ് കീ ഫാക്ടർ എന്താണെന്ന് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മേ ബി എ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ ഓർ ലേബർ, ലിമിറ്റഡ് പ്ലാൻ കപ്പാസിറ്റി, സെയിൽസ്, ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളാണ് അതിൻ്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത്. അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തതിനായിട്ട് വേണം, അതിനനുസരിച്ച് വേണം ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ. അടുത്ത സാധാരണ ചോദിച്ചിരുന്നത് എന്താണ് ബഡ്ജറ്റ് മാനുവൽ എന്നുള്ളതാണ്. എ ബഡ്ജറ്റ് മാനുവൽ ആക്ച്വലി ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് ഓർ എ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് ചെയ്യേണ്ട ലൈൻ ബൈ ലൈനായിട്ട് ചെയ്യേണ്ട കാര്യമാണല്ലോ ഷെഡ്യൂൾ പറയുന്നത്. സോ ബഡ്ജറ്റ് മാനുവൽ ഈസ് എ ഡോക്യുമെൻറ്റ് ഓർ ഷെഡ്യൂൾ പ്രിപ്പയർഡ് ബൈ ദ ബഡ്ജറ്റ് കൺട്രോളർ. ഓർമ്മയുണ്ടല്ലോ, ബഡ്ജറ്റ് കൺട്രോളർ നമ്മൾ ആദ്യം കൊണ്ടിരുത്തിയ ആളാണ് ബഡ്ജറ്റ് കൺട്രോൾ. അയാളാണ് ബഡ്ജറ്റ് മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനാ അതിനകത്തുള്ള എന്താണ്? ഷോയിങ് ബഡ്ജറ്റിംഗ് ഓർഗനൈസേഷൻ, ബഡ്ജറ്റ് പ്രോഗ്രാം ആൻഡ് പ്രൊസീജിയർ. ആരൊക്കെയാണ് ബഡ്ജറ്റിംഗ് ഓർഗനൈസേഷൻ, ആരൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവർ, അതിൽ ബഡ്ജറ്റ് പ്രോഗ്രാംസ് എന്താണ്, അവരുടെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്ന് കാണപ്പെടുന്ന. നമുക്കിപ്പം ഒരു പുതിയ ഇലക്ട്രോണിക് സാധനം മേടിക്കുമ്പോൾ അത് യൂസ് ചെയ്യാനുള്ള ഒരു മാനുവൽ നമ്മുടെ കൈ കിട്ടത്തില്ലേ, ഇതെങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊന്ന് പറയുന്ന പോലെ ബഡ്ജറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അത് ആരൊക്കെയാണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന ബഡ്ജറ്റ് പ്രോഗ്രാം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ബഡ്ജറ്റിങ്ങിൻ്റെ പ്രൊസീജിയർ എന്താണ്, ഇതൊക്കെ പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബഡ്ജറ്റ് മാനുവൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഫിക്സസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് എക്സിക്യൂട്ടീവ്സ് എൻട്രസ്റ്റഡ് വിത്ത് ദ ഫംഗ്ഷൻ ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ബഡ്ജറ്റ്. അതായത് ഇതിനകത്താണ് പറയുന്നത് ആരൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളത്, ഇറ്റ് ഇറ്റ്സ് റിലേറ്റഡ് ടു ദ ബഡ്ജറ്റ് എന്ന് വ്യക്തമായി ഇതിനകത്ത് പറയുന്നുണ്ട് ബഡ്ജറ്റ് മാനുവലിനകത്ത്. ആൻഡ് ഇറ്റ് കവർ ഇൻ ഡീറ്റെയിൽസ് ഓൾ ആസ്പെക്ട് ഓഫ് ബഡ്ജറ്റിംഗ് ആൻഡ് ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് മാനുവലിനകത്ത് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിരിക്കും. അടുത്തതാണ് മാസ്റ്റർ ബഡ്ജറ്റ്. ഇതാണ്ട് കിടക്കും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരവരുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് കൺട്രോളറെ ലഭിച്ചു കഴിഞ്ഞാൽ അയാളൊരു വലിയ ബഡ്ജറ്റ് അങ്ങ് പ്രിപ്പയർ ചെയ്യും, എല്ലാവരെയും കൂടെ ചേർത്ത്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? മാസ്റ്റർ ബഡ്ജറ്റ്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ അവസ്ഥ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരവരുടെ അടുത്ത വർഷത്തേക്കുള്ള ചിലവിനുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതെല്ലാം കൂടെ മേടിച്ച് പ്രിൻസിപ്പളിൻ്റെ കയ്യിലോട്ട് കൊണ്ടുവന്നാൽ പ്രിൻസിപ്പൾ മേടിച്ചിട്ട് നോക്കിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇത്ര രൂപയാണ് എങ്കിൽ കോളേജിന് ഈ ഒരു വർഷം ഇത്ര രൂപ വേണം എന്നൊരു ബഡ്ജറ്റ് തയ്യാറായി, അത് മാസ്റ്റർ ബഡ്ജറ്റ്. അത്രയേ ഉള്ളൂ. സോ മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സമ്മറി ബഡ്ജറ്റ് എന്ന് വിളിക്കാം. ഇറ്റ്സ് എ സമ്മറി ഓഫ് ബഡ്ജറ്റ് ഷെഡ്യൂൾ ഇൻ ദ ക്യാപ്സൂൾ ഫോം.
ഏറ്റവും ചുരുക്കമായിട്ട് ഏറ്റവും ബ്രീഫായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ക്യാപ്സൂൾ ഫോമാണ് ബഡ്ജറ്റ്, മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രസൻറ്റിംഗ് ഇൻ വൺ റിപ്പോർട്ട് ഹൈലൈറ്റ് ഓഫ് ദ ബഡ്ജറ്റ് ഫോർകാസ്റ്റ്. അതൊരു ഒറ്റ റിപ്പോർട്ടായിട്ട്, ഒരു ചുരുങ്ങിയ ഒരൊറ്റ റിപ്പോർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം. ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻ ഹൈലൈറ്റ് ഓഫ് ബഡ്ജറ്റ് ഫോർകാസ്റ്റ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ബഡ്ജറ്റിലെ ഹൈലൈറ്റാണ് അവിടെ ഉണ്ടാകുന്നത്. ആൻഡ് എ മാസ്റ്റർ ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ ബിസിനസ് ആസ് എ ഹോൾ കമ്പൈനിങ് ഓൾ ദ ബഡ്ജറ്റ് ഓഫ് ദ പീരീഡ്. അപ്പോൾ ഈ മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ ആ ഒരു പർട്ടിക്കുലർ പീരീഡിലെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാവരുടെയും ബഡ്ജറ്റ് കൂടെ ചേർത്ത് വെച്ച് തയ്യാറാക്കുന്ന ഒരു സിംഗിൾ ബഡ്ജറ്റാണ് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് ബഡ്ജറ്റ് ഇതുമായിട്ട്, അപ്പോൾ ആ സ്റ്റെപ്സ് ആയിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങൾ. ഇനി അടുത്ത രണ്ടൊരു ക്ലാസിഫിക്കേഷനാണ് അതിൻ്റെ പീരീഡ് അല്ലെങ്കിൽ എൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട്. ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഫിക്സഡിനകത്ത് തന്നെ ഉണ്ട്. ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ബഡ്ജറ്റ് എന്ന് പറയാം. അതായത് അത് നമ്മൾ ചേഞ്ച് ആക്കുന്നില്ല. സിറ്റുവേഷൻ എന്ത് മാറിയാലും ഇതിന് ഇത്ര രൂപ അതങ്ങനെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ആ ബഡ്ജറ്റ് നമ്മൾ ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഫിക്സഡ് ബഡ്ജറ്റ് ഓർ സ്റ്റാറ്റിക് ബഡ്ജറ്റ് നമുക്ക് തന്നെ വിളിക്കാം. ഈസ് എ ബഡ്ജറ്റ് വിച്ച് റിമെയിൻ അൺചേഞ്ച്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ആക്ച്വൽ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി അച്ചീവ് വാട്ട് എവർ മേ ബി. എന്ത് ഔട്ട്പുട്ടോ അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റി നടന്നോട്ടെ അവിടെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യണം. കാരണം അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അതിനെയാണ് ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് ബഡ്ജറ്റ് ഈസ് ഇനോപ്പറേറ്റീവ് ഓർ ഇൻഎഫക്റ്റീവ് ആസ് ഇറ്റ് ഡസ് നോട്ട് ഗിവ് ഡീപ് കൺസിഡറേഷൻ ടു കോസ്റ്റ് ബിഹേവിയർ അറ്റ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി. ആക്ച്വലി ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇനോപ്പറേറ്റീവ് ആണ്. ഒരു അനക്കമില്ലാതെ ഒരു ഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് ആണെന്ന് പറയും. കാരണം എന്താണ്? അത് ഫിക്സഡ് ആണ്. അപ്പോൾ ഏത് ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും അത് അതേ ലെവലിൽ തന്നെയാണ് ടോട്ടൽ കോസ്റ്റ് നിൽക്കുന്നത്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആർ എ സീരീസ് ഓഫ് ബഡ്ജറ്റ് പ്രിപ്പയർഡ് ഫോർ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ വോളിയം ഓഫ് ഔട്ട്പുട്ട്. പല സെറ്റ് ഓഫ് ലെവൽ ഓഫ് പ്രവർത്തനത്തിന് പല ബഡ്ജറ്റുകൾ അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ഇത്ര 1 lakh rupees സെയിൽസ് ആണെങ്കിൽ ബഡ്ജറ്റ് ഇത്ര വരും. 2 lakh rupees സെയിൽസ് ആണെങ്കിൽ ബഡ്ജറ്റ് ഇത്ര വരും. ഒരു 1 lakh rupees പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇത്ര രൂപയുടെ ബഡ്ജറ്റാണ് വേണ്ടത്. 2 lakh rupees പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇത്ര രൂപയുടെ ബഡ്ജറ്റ്. അപ്പോൾ the budget is a series of budget and it is prepared on the basis of the level of activities. So this budget is also known as variable budget or sliding scale budget. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് നമുക്ക് വേരിയബിൾ ബഡ്ജറ്റ് എന്നോ സ്ലൈഡിംഗ് സ്കെയിൽ ബഡ്ജറ്റ് എന്നോ വിളിക്കാൻ കഴിയും. അടുത്തത് സീറോ ബേസ് ബഡ്ജറ്റ്. ഈ പറയപ്പെടുന്ന ബഡ്ജറ്റിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമുള്ളൊരു പുതിയ കോൺസെപ്റ്റാണ് ആക്ച്വലി സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ബഡ്ജറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ദി സ്ക്രാച്ച് ഓർ ഫ്രം ദി സീറോ. സാധാരണ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് എല്ലാത്തിനും ഒരു 10%, 20% ഇൻക്രീസ് നടത്തി അടുത്ത വർഷത്തെ ബഡ്ജറ്റ് അങ്ങ് സെറ്റ് ചെയ്യാണ് സാധാരണ ചെയ്യുന്നത്. അത് പക്ഷേ ഒരുപാട് ഫണ്ട് അനാവശ്യമായിട്ട് ചില മേഖലയിലൊക്കെ പോകുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ ആക്ടിവിറ്റി ചിലതൊക്കെ ഇൻഎഫക്റ്റീവ് ആയിരുന്നോ ഇനോപ്പറേറ്റീവ് ആയിരുന്നോ എന്നൊന്നും നോക്കുന്നില്ല. നമ്മൾ നേരെ അങ്ങ് അതിൽ നിന്ന് ഇത്ര ശതമാനം കൂട്ടി അങ്ങ് ബഡ്ജറ്റ് സെറ്റ് ചെയ്യണം. അതായത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ നോക്കി അങ്ങ് സെറ്റ് ചെയ്യാണ്. പക്ഷേ സീറോ ബേസ് ബഡ്ജറ്റിംഗ് അങ്ങനെയല്ല. ഓരോ വർഷം ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത് പോലെ ഓരോ ഫാക്ടറുകൾ എടുത്തു വെച്ച് പഠിച്ചിട്ട് നമ്മൾ സീറോയിൽ നിന്ന് ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്നാണ്. സോ സീറോ ബേസ് ബഡ്ജറ്റിംഗ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് ബഡ്ജറ്റിംഗ് വിച്ച് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റ. ഹിസ്റ്റോറിക്കൽ ഡേറ്റ അവർ കൺസിഡർ ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ലൈക്ലി ആക്ടിവിറ്റീസ് ഓഫ് ദ ഫ്യൂച്ചർ പീരീഡ്. എന്നാൽ ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മൾ ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നു. സിൻസ് ദ ബഡ്ജറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സീറോ ഓർ ദ സ്ക്രാച്ച്, ഇറ്റ് ഈസ് നോൺ ആസ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് ഓർ അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കാൻ കാരണം. ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ദി സീറോ ഓർ ഇറ്റ് ക്യാൻ ബി സേ ദാറ്റ് ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ദി സ്ക്രാച്ച്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. ഇവിടെ നമ്മൾ നോക്കുന്ന ഫിസിക്കൽ പെർഫോമൻസ് ആണ്. ഫിനാൻഷ്യൽ ആസ്പെക്റ്റിനേക്കാൾ ഉപരി ഫിസിക്കൽ പെർഫോമൻസ് ആണ് നമ്മളിവിടെ ബഡ്ജറ്റ്. നമ്മൾ ഇത്ര ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ഇത്ര രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാൻ പോകുന്നത് എന്നുള്ളൊരു അസംഷൻ ഇവിടെ വരുന്നത്. സോ പെർഫോമൻസ് ബഡ്ജറ്റ് ഇസ് എ ടെക്നിക് അണ്ടർ വിച്ച് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്താണ്? ഓരോ വ്യക്തികളിലും റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കൊടുക്കുക. ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ കംപ്ലീറ്റിംഗ് ദാറ്റ് പർട്ടിക്കുലർ ജോബ് ഓർ ദാറ്റ് പർട്ടിക്കുലർ പെർഫോമൻസ്. Okay, so it's a technique under which responsibility centers are established and the target in terms of physical performance are set for each responsibility center, which help to evaluate the performance of the responsibility and for the organization as a whole. നോക്കൂ, ഇവിടെ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്റർ സെറ്റ് ചെയ്യുന്നു. ആ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിന് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഏത് ടേമിലാണ്? ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ പെർഫോമൻസ്. എന്നിട്ട് നമ്മൾ ആ റെസ്പോൺസിബിൾ സെൻറ്ററിനെ ഇവാലുവേഷൻ നടത്തുന്നു. ആ പെർഫോമൻസ് ബേസിൽ. അപ്പോൾ ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് ഫിസിക്കൽ പെർഫോമൻസിനാണ്. അതുകൊണ്ടാണ് അതിനെ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കാൻ കാരണവും. ദെൻ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ്.
അതിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഓർ ABB, ഇറ്റ്സ് ഓൾസോ കോൾഡ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ്, ABCM എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിനെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കാറുണ്ട്. എന്താണിത്? ദിസ് മെത്തഡ് ഓഫ് ബഡ്ജറ്റിംഗ് ഹെൽപ്പ് ടു പ്രിപ്പയർ ഇൻഡയറക്റ്റ് കോസ്റ്റ് ബഡ്ജറ്റ്. ഓർക്കുക, ഇതെന്തിനു വേണ്ടിയുള്ളതാണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞത്. അത് എങ്ങനെ? ഇറ്റ്സ് മോർ സയൻറ്റിഫിക്കലി ഓൺ ദ ബേസിസ് ഓഫ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് റാദർ ദാൻ എ ഗസ് വർക്ക്. നമ്മൾ അടുത്ത വർഷം ഒരു 5% ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചറിന് എല്ലാം കൂടി ഒരു 5% കൂട്ടി അങ്ങ് ഇടാം. അങ്ങനെ ഒരു ഗസ് വർക്കല്ല. സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ഓരോ ലെവലിനെ പറ്റിയും ഓരോ ആക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് അപ്രോച്ച് ചെയ്ത് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റിന് വേണ്ടി ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നതിനാണ് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ട്രഡീഷണൽ മെത്തേഡ് ഓഫ് മേക്കിംഗ് ബഡ്ജറ്റ്സ്. ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് ഇത് വളരെ ഡിഫറൻ്റ് ആണ്. എന്താ കാര്യം? സാധാരണ ചെയ്ത് വേർ ദ പ്രീവിയസ് ഇയർ ഫിഗേഴ്സ് ആർ ടേക്കൺ ആസ് ദ ബേസ് ടു വിച്ച് സെർട്ടൻ അഡീഷൻസ് ആർ മെയ്ഡ് ഫോർ ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. സാധാരണ ചെയ്യുന്ന അങ്ങനെയാണ്. പ്രീവിയസ് ഇയറിലെ ബഡ്ജറ്റ് എടുക്കുന്നു, അതിൽ നിന്നൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് എമൗണ്ട് കൂട്ടുന്നു, അത് വെച്ചിട്ട് അടുത്ത വർഷത്തെ സെറ്റ് ചെയ്യുന്നു. ഇതങ്ങനല്ല. നമ്മൾ സീറോ ബേസിനെ പോലെ തന്നെ ഇവിടെ ആക്ടിവിറ്റി ഇൻഡയറക്റ്റ് കോസ്റ്റിന് വേണ്ടിയുള്ളതാണ് ഇവിടെ പ്രത്യേകത. അത്രയേ ഉള്ളൂ. അപ്പോൾ ആക്ടിവിറ്റിയെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി ചെയ്ത് അപ്രോച്ച് ചെയ്തിട്ട് അതിനെ ബേസ് കൊണ്ട് ബഡ്ജറ്റ് സെറ്റ് ചെയ്യലാണ് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ റോളിംഗ് ഓർ കണ്ടിന്യൂസ് ബഡ്ജറ്റ്, അതായത് ഈ ബഡ്ജറ്റ് ഒരിക്കലും അവസാനിക്കത്തില്ല, ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ 12 മാസത്തെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നു, ജനുവരി ടു ഡിസംബർ വരെ സെറ്റ് ചെയ്തു. ജനുവരി മാസം കഴിയുന്നുണ്ടേ അടുത്ത വർഷത്തെ ജനുവരിയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് വീണ്ടും 12 മാസമാക്കും. ഫെബ്രുവരി മാസം കഴിയുന്നു. ഇപ്പോൾ 2021 ഫെബ്രുവരി മാസം കഴിയുമ്പം അവരെന്ത് ചെയ്യുന്നു? 2022 ഫെബ്രുവരിയും കൂടെ ആഡ് ചെയ്ത് വീണ്ടും 12 മന്തിലെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നു. അതായത് അടുത്ത ആ മാസത്തെയും കൂടെ ബഡ്ജറ്റ് കൂടെ കയറ്റും. എന്നിട്ട് 12 മാസത്തെ ബഡ്ജറ്റ്. ഇനി മാർച്ച് മാസം ഈ 2021 മാർച്ച് അങ്ങോട്ട് കഴിഞ്ഞാലോ ഉടനെ 2022 മാർച്ചിലേയും കൂടെ ബഡ്ജറ്റ് ഇട്ട് അങ്ങോട്ട് കയറ്റിയിട്ട് 12 മാസത്തെ ബഡ്ജറ്റ്. സോ ഇത് റോൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കണ്ടിന്യൂസ് ബഡ്ജറ്റ് എന്ന് വിളിക്കാം. സോ CIMA officially terminology define the rolling budget as a budget continuously updated by adding a further period, say a month or a quarter. എന്തു ആകാം, ഒരു മന്ത് ആകാം, ഒരു ക്വാർട്ടർ ആകാം. ആ ഫർദർ പീരീഡ് എപ്പോഴും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഡിഡക്റ്റിംഗ് ദ ഏർലിയർ പീരീഡ്, ആ കഴിഞ്ഞു പോയ പീരീഡ് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ the need for preparing a rolling budget is arise due to the element of uncertainty in budgeting, mainly because of price level change. സാധാരണ ഇത് ആവശ്യമായിട്ട് വരുന്നത് പ്രൈസ് ലെവൽ ചേഞ്ചസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഫ്യൂച്ചർ വളരെ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചർ അൺസർട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 മാസത്തെ കൂടെ ഒറ്റയടിക്ക് അങ്ങ് സെറ്റ്, അല്ലെങ്കിൽ ഒരു ലോങ് പീരീഡിൽ ഒറ്റയടിക്ക് സെറ്റ് ചെയ്ത് വയ്ക്കത്തില്ല. അവർ എന്ത് ചെയ്യുന്നു? ഒരു ഞാൻ അതാ പറഞ്ഞത് 12 മാസം സെറ്റ് ചെയ്യുന്നു. ഈ മാസത്തെ കഴിയുമ്പോൾ അടുത്ത ഒരു മാസത്തെയും കൂടെ അങ്ങ് ആഡ് ചെയ്യുന്നു, അടുത്ത ഒരു മാസത്തെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവർ ഓരോ പീരീഡിൽ നമ്മൾ ഒറ്റ മാസം മാത്രമേ അവർ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുള്ളൂ. ഏത് മാസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്വാർട്ടർ എടുക്കുകയാണെങ്കിൽ ഓരോ ക്വാർട്ടറും ഇത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെയാണ് ഇപ്പോൾ ഈ അൺസർട്ടനിറ്റി കൂടുതലുള്ളപ്പോൾ ഏറ്റവും പറ്റിയത് റോളിംഗ് ബഡ്ജറ്റ് ഓർ കണ്ടിന്യൂസ് ബഡ്ജറ്റാണ്. ആൻഡ് റോളിംഗ് ബഡ്ജറ്റ്, ദിസ് ഈസ് ഓൾസോ നോൺ ആസ് കണ്ടിന്യൂസ് ബഡ്ജറ്റ്, ആർ പ്രിപ്പയർഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ആസ് ദ ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി ഈസ് മച്ച് ലോവർ ആൻഡ് ദീസ് ബഡ്ജറ്റ് ആർ കണ്ടിന്യൂസ്ലി മോഡിഫൈഡ് ഫോർ ദ നെക്സ്റ്റ് പീരീഡ്. റോളിംഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ബഡ്ജറ്റ് എന്ന് വിളിക്കാൻ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ ഷോർട്ട് ടൈം. എന്തിനാ ഇത് ഷോർട്ട് ടൈമിലേക്ക് റോളിംഗ് ബഡ്ജറ്റ് എപ്പോഴും പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. എന്തിനു വേണ്ടിയാണ്? ഈ അൺസർട്ടനിറ്റിയുടെ ഡിഗ്രി അങ്ങോട്ട് കുറയ്ക്കാൻ വേണ്ടി. ഓക്കെ, അൺസർട്ടനിറ്റിയുടെ ഡിഗ്രി കുറയ്ക്കാൻ വേണ്ടി. അത് ലോങ്ങിലോട്ട് പോയാൽ ഒരുപാട് അൺസർട്ടനിറ്റി ഉള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഒത്തിരി ലോങ്ങിൽ ഫിക്സ് ചെയ്ത് നഷ്ടം വരും. അപ്പോൾ നമ്മൾ ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടി നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ മാസം വീതം അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ പീരീഡ് വീതം മുമ്പോട്ട് ആഡ് ചെയ്ത് പുറകെ കഴിഞ്ഞതിനെ ഒഴിവാക്കി ഇങ്ങനെ മോഡിഫൈ ചെയ്ത് പോകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഷോർട്ട് ടൈം ആയിരിക്കും. എന്തിനു വേണ്ടി? ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റീസ് കുറയ്ക്കാൻ വേണ്ടി. ആൻഡ് ദീസ് ബഡ്ജറ്റ് ആർ കണ്ടിന്യൂസ്ലി മോഡിഫൈഡ് ഫോർ ദ നെക്സ്റ്റ് പീരീഡ്, കീപ്പിംഗ് ഇൻ വ്യൂ ഓഫ് ചേഞ്ചസ് ദാറ്റ് മൈറ്റ് ഹാവ് ടേക്കൺ പ്ലേസ്. ദെൻ നെക്സ്റ്റ് ബഡ്ജറ്റ് ഈസ് പ്രോഗ്രാം ബഡ്ജറ്റ്. പ്രോഗ്രാം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഗവൺമെൻറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്ന് പറയുന്നത്. പ്രോഗ്രാം ബഡ്ജറ്റിന് നമുക്ക് പ്ലാനിംഗ്, പ്രോഗ്രാമിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് സിസ്റ്റം, PPBS എന്ന് വിളിക്കാം. ഇറ്റ്സ് എ ബഡ്ജറ്ററി പ്രോജക്റ്റ് ദാറ്റ് ഈസ് എയിം അറ്റ് മേക്കിംഗ് ഗവൺമെൻറ് ഓപ്പറേഷൻ മോർ എഫിഷ്യൻറ്റ് ആൻഡ് മോർ ഇഫക്റ്റീവ്. ഗവൺമെൻറ് ഓപ്പറേഷൻ സാധാരണ ഫോളോ ചെയ്യുന്നത്. ഇറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ US ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് ഇവിടെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മൾ പ്ലാനിങ് നടത്തി കഴിഞ്ഞ വർഷത്തേക്ക് അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഓരോ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ ഒരു പ്രോഗ്രാം ഓരോന്നിനും ഓരോ പ്രോഗ്രാമിന് സെറ്റ് ചെയ്ത് ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ്. എൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്.
The purpose of program budgeting is to reform the assignment of funds within the public sector and to improve the allocation of fund between private and public sector. ഇതിൻ്റെ പ്രോഗ്രാം ബഡ്ജറ്റിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിഫോം ദ അസൈൻമെൻറ്റ് ഓഫ് ഫണ്ട് നമ്മൾ അസൈൻ ചെയ്യുന്ന ഫണ്ടിനെ റിഫോം ചെയ്യുക, അതായത് ഓരോ തവണയും നമ്മളതിനെ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ എന്നുള്ള ഉദ്ദേശമാണ് അതിനകത്ത്. വിതിൻ ദ പബ്ലിക് സെക്ടർ ആൻഡ് ടു ഇംപ്രൂവ് ദ അലോക്കേഷൻ ഓഫ് ഫണ്ട് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. Okay, the PPP system expenditure is classified according to the objective. PPP സിസ്റ്റത്തിനകത്ത് എക്സ്പെൻഡിച്ചർ ക്ലാസിഫൈ ചെയ്യുന്നത് ലക്ഷ്യം എന്താണെന്ന് ബേസ് ചെയ്തുകൊണ്ടാണ്, നോട്ട് ഓൺ ദ ബേസ് ഓഫ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഓരോന്നും ചെയ്യേണ്ട ഫംഗ്ഷൻ ഇത്ര വിധം മാറ്റണമെന്നല്ല അവിടെ തീരുമാനിക്കുന്നത്, ഇത് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഇത്രയാണ്, അതുകൊണ്ട് അതിന് ഇത്രയും ഫണ്ട് മാറ്റണം എന്ന രീതിയിലാണ് പ്രോഗ്രാം ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യം ബഡ്ജറ്റിനെ പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട തിയറിറ്റിക്കൽ പോർഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾ നല്ലതായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി ചോദിക്കുക. ഓക്കെ, താങ്ക് യു.